വിദ്യാഭ്യാസ രംഗത്ത് നാക് A+ ഗ്രേഡോടെ 70 വർഷത്തെ പാരമ്പര്യം. UG/PG റിസർച്ച് പ്രോഗ്രാമുകൾ, പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ഗുരുവായൂർ. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ നാടിന് സമർപ്പിച്ചു. താഴേക്കോട് വെള്ളപ്പാറയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ബഡ്സ് സ്കൂൾ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. പൊന്നേത്ത് പൂക്കോട്ടിൽ ഖാദർ ഹാജി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളപ്പാറയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പ്രസിഡന്റിന് ഇതിന്റെ മുഴുവൻ ചരിത്രമൊക്കെ പറയാനുള്ളതാണ്. മാത്രമല്ല, പഞ്ചായത്ത് ഭരണസമിതിയുടെയൊക്കെ കാലാവധിയിൽ ഏതാനും മാസം കഴിഞ്ഞ് അവസാനിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റിന് പറയാനുള്ളതെല്ലാം പറയാൻ അവസരം കൊടുക്കേണ്ടത് തദ്ദേശ മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ ചുമതലയുമാണ്. അതുകൊണ്ട് ഞാൻ പ്രസിഡന്റിൻ്റെ സമയം കവർന്നെടുക്കുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ മുറ പോലെ നടക്കും. പ്രസിഡന്റ് സ്വാഗതം പറയും. അധ്യക്ഷനായിട്ട് MLA ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പ്രസംഗിക്കും. എൻ്റെ തിരക്കും അസൗകര്യവും നിങ്ങളുടെ ചടങ്ങിനെ ബാധിക്കേണ്ട എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ 2 വാക്ക് പറയാം എന്ന് വെച്ചത്. ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഇവിടെ എന്തായാലും വരണം എന്നതുകൊണ്ടാണ്. കുറച്ച് തിരക്കുള്ള ദിവസമാണെങ്കിലും സമ്മതിച്ചത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 90 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കിയ ബഡ് സ്കൂളിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യന് എത്രമാത്രം ലഭിച്ചു എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മാത്രമല്ല, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിൻ്റെ ജീവിതം കൂടിയുണ്ട്. എപ്പോഴും ഭിന്നശേഷിക്കാരായ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ള കാര്യം, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊരു ദൈവാനുഗ്രഹമായി കാണണം എന്നുള്ളതാണ്. അത്രയേറെ പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും കടൽ നീന്തിയാണ് അവരോരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പൊതുവെ പലരും അറിയാതെ പോകുന്ന നിശബ്ദമായ സങ്കടങ്ങളും കണ്ണീരും ഒത്തുചേർന്ന ഒട്ടേറെ അനുഭവങ്ങൾ ആ കുട്ടികൾക്കും ആ കുടുംബങ്ങൾക്കും പറയാനുണ്ടാകും. പക്ഷെ അവരോടൊപ്പം നമ്മൾ നിൽക്കുന്നു എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ടാണ് ഞാൻ ഈ വിശേഷപ്പെട്ട ചടങ്ങിനെ കാണുന്നത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ ടീച്ചർ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പ പിലാക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല, ഷിജില, ശ്രീദേവി, വാർഡ് മെമ്പർ സാജി പൊന്നേത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗിരിജ ടീച്ചർ, പ്രബിന ഹബീബ്, പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.